Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. നാളെ രാജ്യത്ത് മിലിറ്ററി ഓപ്പറേഷന് മുന്നോടിയായി 244 ജില്ലകളിൽ മോക്ക് ഡ്രിൽ നടക്കും. കേരളത്തിലെ 2 ജില്ലകളിലും വൈകിട്ട് 4 മണിക്ക് മോക്ക് ഡ്രിൽ അലാറം മുഴങ്ങും. 54 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യ രാജ്യമൊട്ടാകെ മോക്ക് ഡ്രില്ലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 1971 ശേഷം ഇതാദ്യം. രാജ്യം വലിയ തിരിച്ചടിക്കുള്ള തയ്യാറെടുപ്പിലാണ്. രാജ്യം ഒറ്റക്കെട്ടാണ് എന്ന് ആവർത്തിക്കുമ്പോഴും കേന്ദ്ര സർക്കാരിനെതിരെ ആരോപണവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും രംഗത്തുണ്ട്. ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ അവഗണിച്ച് സുരക്ഷ പിൻവലിച്ചത് എന്തിനെന്നാണ് ചോദ്യം. രാജ്യം യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ പെടുമ്പോൾ വിമർശനങ്ങൾക്ക് യുക്തിയുണ്ടോ? ഒറ്റക്കെട്ടാണോ രാജ്യം? അതിഥികളായി നമുക്കൊപ്പം CPM പ്രതിനിധി എ സമ്പത്ത്, കോൺഗ്രസ് സഹയാത്രികൻ നിസാം സെയ്ദ്, BJP പ്രതിനിധി KVS ഹരിദാസ്, റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലനും നമുക്കൊപ്പം ചേരും അല്പസമയത്തിനുള്ളിൽ. അതിഥികളോട് ഇന്ന് തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റം അവസാനിച്ചതുകൊണ്ടും നീണ്ടുപോയതുകൊണ്ടുമാണ് നമ്മളുടെ ചർച്ചയുടെ സമയം കുറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിഥികൾക്ക് ഒരുപക്ഷെ ഓരോ റൗണ്ട് വീതം മാത്രമേ ഇനി അനുവദിക്കാൻ കഴിയൂ. പരമാവധി 3 മിനിറ്റിനുള്ളിൽ നമ്മൾ ചർച്ചകൾ, നിങ്ങളുടെ ഓരോ അഭിപ്രായവും പൂർത്തിയാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആദ്യം ഞാൻ നിസാം സെയ്ദിലേക്ക് വരികയാണ്, കോൺഗ്രസ് സഹയാത്രികൻ. ചർച്ചയുടെ ഏറ്റവും പ്രസക്തമായ ഭാഗം മല്ലികാർജുൻ ഖർഗെ റാഞ്ചിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ പറയുന്നുണ്ട്, ഇൻ്റലിജൻസിൻ്റെ വീഴ്ചയെന്ന് സർക്കാർ സമ്മതിച്ചിട്ടും ആ ഇൻ്റലിജൻസ് മുന്നറിയിപ്പുണ്ടായിരുന്നുവെന്ന് പുറത്തു വന്നിട്ടും അവിടെ എന്തുകൊണ്ടാണ് ഒരു കൃത്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കാൻ കഴിയാതെ പോയത്? ഇത് സർക്കാരിൻ്റെ വീഴ്ചയാണ്. 19-ാം തീയതി പ്രധാനമന്ത്രി പഹൽഗാമിൽ ഒരു പരിപാടി നടത്തേണ്ടിയിരുന്നത് ഇൻ്റലിജൻസ് മുന്നറിയിപ്പ് കൊണ്ട് മാറ്റിയതല്ലേ എന്നാണ് ചോദിക്കുന്നത് നമ്മളുടെ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷൻ. യുദ്ധസമാനമായ സാഹചര്യമാണ്, പക്ഷേ ഈ ചോദ്യം പ്രസക്തമാണോ എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. BJPയുടെ മറുപടി കോൺഗ്രസിന് പാകിസ്ഥാന്റെ ശബ്ദമെന്നാണ്. നിസാം സെയ്ദ്. ഏറ്റവും ഭീകരമായ പഹൽഗാം ഭീകരാക്രമണമുണ്ടായിട്ട് ഇന്ന് ഏതാണ്ട് 12-13 ദിവസം കഴിഞ്ഞു. ഈ 13 ദിവസത്തിനിടയിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയിലെ പൊതുസമൂഹവും ജനങ്ങളുമെല്ലാം ഒറ്റക്കെട്ടായി ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ നടപടികൾക്കും പിന്തുണ പ്രഖ്യാപിച്ചു. നമ്മളെല്ലാം ഗവൺമെന്റ് എന്ത് നടപടിയാണ് എടുക്കുന്നത് എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന വേളയാണിത്. ഈ 15 ദിവസമായിട്ട് ഭീകരരാരും ഇതേവരെ അറസ്റ്റിലായിട്ടില്ല എന്നുള്ളത് നമ്മളെ ഇപ്പോഴും വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയം ആയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. ചോദ്യങ്ങൾ അടച്ചു വെച്ചുകൊണ്ടല്ല, ചോദ്യങ്ങളെ കുഴിവെട്ടി മൂടിക്കൊണ്ടല്ല ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത്. ഈ 26 ജീവനുകൾ പൊലിഞ്ഞത് ഇവർ ഗവൺമെന്റിനെ വിശ്വസിച്ച് കാശ്മീർ സന്ദർശിച്ചതുകൊണ്ടാണ്. ഗവൺമെന്റിന്റെ അവകാശവാദങ്ങൾ എന്തായിരുന്നു? നോട്ട് നിരോധനം നടന്നപ്പോൾ അവർ പറഞ്ഞു, ഇത് തീവ്രവാദത്തിന്റെ കഴുത്തിലേറ്റ മാരകമായ പ്രഹരമാണ്, തീവ്രവാദത്തിന്റെ സാമ്പത്തിക സ്രോതസ്സുകളെ ആകെ ഇല്ലാതാക്കിയിരിക്കുന്നു, ഇനി തീവ്രവാദം കുറയും എന്ന് പറഞ്ഞു. അതുണ്ടായില്ല. അതിനുശേഷം ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോൾ പറഞ്ഞു, ഇതോടുകൂടി തീവ്രവാദം ഇല്ലാതാകുന്നു, ഇനി കാശ്മീർ എല്ലാവർക്കും സ്വതന്ത്രമായി സഞ്ചരിക്കാവുന്ന, എല്ലാ ഇന്ത്യക്കാർക്കും സ്വാതന്ത്ര്യമുള്ള സുരക്ഷയുള്ള നാടായി മാറിക്കഴിഞ്ഞിരിക്കുന്നു പറഞ്ഞു. അതുപോലെ തന്നെ പഹൽഗാം പുൽവാമ അറ്റാക്കിന് ശേഷം കൗണ്ടർ സ്ട്രൈക്ക് ഉണ്ടായപ്പോൾ അപ്പോഴും പറഞ്ഞു തീവ്രവാദം ഇല്ലാതായിരിക്കുന്നത്. ഇതൊക്കെ വിശ്വസിച്ച് കാശ്മീരിലെത്തിയ 26 ജീവനുകളാണ് പൊലിഞ്ഞിരിക്കുന്നത്. ഈ 26 ജീവനുകൾ പൊലിഞ്ഞതിൽ ഇന്ത്യയിലെ ആരെങ്കിലുമൊക്കെ അക്കൗണ്ടബിൾ ആണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾക്കറിയേണ്ടത്. ഗവൺമെന്റിനെ വിശ്വസിച്ച് അവിടെ എത്തിയവർക്ക് ജീവൻ രക്ഷിക്കാൻ ആർക്കാണ് ബാധ്യതയുള്ളത്? ഇന്ത്യയിലെ ഒരു സാധാരണ പൗരൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഒരു വാക്ക് വിശ്വസിച്ച് അത്യന്തം സുരക്ഷാ ഭീഷണിയുള്ള ഒരു സ്ഥലത്തെത്തുമ്പോൾ ആ ജീവനെ രക്ഷിക്കുവാൻ ഇന്ത്യ ഗവൺമെന്റിന് ബാധ്യതയുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് മറുപടി പറയണം. നമ്മൾ ഇന്ത്യ ഗവൺമെന്റിനെ വിശ്വസിച്ച് വേണോ അവിടെ പോകാൻ, അതോ തീവ്രവാദികളുടെ ഭീകരവാദികളുടെ കാരുണ്യത്തിന് വേണ്ടി കെഞ്ചിക്കൊണ്ട് വേണോ അവിടെ പോകാൻ? നമുക്കറിയാം, ഇന്ത്യയിൽ ഇതിനു മുൻപ് നടന്ന ഒരു വലിയ ഭീകരാക്രമണം മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം എന്താണ് നടന്നത്? അത് ഇന്റലിജൻസ് ഫെയിലിയർ ആണ് എന്ന് എല്ലാവരും സമ്മതിച്ചു. ഇന്റലിജൻസ് ഫെയിലിയറിന് ശേഷം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി രാജിവെച്ചു, ശിവരാജ് പട്ടേൽ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രി വിലാസ് റാവു ദേശ്മുഖ് രാജിവെച്ചു. മഹാരാഷ്ട്ര ആഭ്യന്തരമന്ത്രി RR പാട്ടീൽ രാജിവെച്ചു.
ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇന്ത്യൻ പാർലമെന്റിൽ ഇന്ത്യയിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞു. ഈ പ്രധാനമന്ത്രി എന്താണ് ചെയ്തത്? ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? ഇവിടെ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന എന്തെങ്കിലും ഒന്ന് ഏതെങ്കിലും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നമ്മൾ ദൃശ്യമായിട്ടുണ്ടോ? ഇവിടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് വളരെ നിരാശാജനകമായ കാര്യം. ഗവൺമെന്റ് ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്നു പോലുമില്ല. നമ്മുടെ പ്രധാനമന്ത്രി തിരിച്ചെത്തിയ ശേഷം ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹം ജനങ്ങളുമായി അദ്ദേഹത്തിന് ലഭ്യമായ അറിവുകൾ പങ്കുവെക്കുകയായിരുന്നു. ഒരു സർവകക്ഷി യോഗം വിളിക്കുന്നു, പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല. അദ്ദേഹം ബീഹാറിലേക്ക് ഇലക്ഷൻ റാലിക്ക് പോകുന്നു. അദ്ദേഹത്തിന്റെ രണ്ടാം സ്ഥാനക്കാരനായ ആഭ്യന്തരമന്ത്രിയാണ് സർവകക്ഷി യോഗം നടത്തുന്നത്. ഇത്തരം ഒരു സന്ദർഭത്തിൽ ഇന്ത്യയുടെ സുരക്ഷയെ സംബന്ധിച്ച ഒരു വിഷയം സംബന്ധിച്ച ഒരു സർവകക്ഷി മീറ്റിംഗിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റെന്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രിക്കുള്ളത്? ഇന്ത്യൻ പ്രധാനമന്ത്രി അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ മുംബൈ ആക്രമണക്കാലത്ത് പറഞ്ഞെന്താണ്? ഇന്ത്യയിലെ എല്ലാ മുഖ്യമന്ത്രിമാരുടെയും മീറ്റിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രി വിളിച്ചുകൂട്ടണമെന്ന് പറഞ്ഞയാളാണ് അദ്ദേഹം. എന്തുകൊണ്ട് അദ്ദേഹം ഒമർ അബ്ദുള്ളയുമായി ഒന്ന് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല? ഇങ്ങനെ യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും എന്നാണ് നിസാം സെയ്ദിന്റെ ചോദ്യം. 2 ആഴ്ച സമയമേ ആകുന്നുള്ളൂ. അതിർത്തിയിൽ സൈന്യം ജാഗ്രതയോടുകൂടി ശത്രുരാജ്യം നരേന്ദ്രമോദി അവിടെ ദേശീയ ഗാനം ഇറക്കിക്കൊണ്ട് അവിടുത്തെ പ്രതിരോധ മന്ത്രിയും ഈ ചോദ്യങ്ങളെല്ലാം നരേന്ദ്രമോദി ചോദിച്ച ചോദ്യങ്ങളാണ്. ആയുധങ്ങൾ നീക്കിവെക്കുന്ന സമയമാണ്. നമ്മൾ അതിർത്തിയിൽ ജാഗ്രത പാലിക്കേണ്ട, രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട സമയത്ത് ഈ സർക്കാരിനെ ഈ ആരോപണത്തിന്റെ മുനയിൽ നിർത്തിയാൽ രാജ്യത്ത് നമ്മൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്തായിരിക്കും നിസാം സെയ്ദ്? ചോദ്യങ്ങൾ ചോദിക്കാതെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഗവൺമെന്റിനെ അക്കൗണ്ടബിൾ ആക്കാൻ പറ്റുന്നത്? ഗവൺമെന്റ് അക്കൗണ്ടബിൾ അല്ല എന്നുള്ളതാണ്. ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കേണ്ടത് പാകിസ്ഥാൻ ഗവൺമെന്റ് അല്ലല്ലോ നമ്മൾ തെരഞ്ഞെടുത്തത്. നമ്മൾ പുറം ലോകത്ത് കാണിച്ചു കൊടുക്കേണ്ടത് ഈ സർക്കാരിനെ ഇപ്പോൾ എക്സ്പോസ് പാകിസ്ഥാൻ ഗവൺമെന്റ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത ആർക്കാണുള്ളത്? പാകിസ്ഥാൻ സർക്കാരിനാണോ ഉള്ളത്? നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ബാധ്യത പാകിസ്ഥാൻ സർക്കാരിനാണോ, ഭീകരന്മാർക്കാണോ? ഇന്ത്യ ഗവൺമെന്റ് സർക്കാരിനെതിരെ ആരോപണമുനയുമായി ഇറങ്ങിയാൽ അത് ശത്രുരാജ്യത്തിനല്ലേ ഗുണം ചെയ്യുക? നോക്കൂ, അവിടെ ക്രിക്കറ്റ് താരങ്ങൾ മുതൽ റഷ്യയിലേക്കുള്ള അംബാസിഡർമാർ വരെ ഇന്ത്യക്കെതിരെ നീങ്ങാൻ ആഹ്വാനം കൊടുക്കുകയാണ് പാകിസ്ഥാനിൽ. അവിടെയാണ് ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷിയുടെ നേതാവ് പ്രധാനമന്ത്രിക്കെതിരെ രാജ്യത്തെ സർക്കാർ. ഇതൊരു വാർ സിറ്റുവേഷൻ അല്ലേ? ഒരു യുദ്ധ സമാനമായ സാഹചര്യം നടക്കാൻ പോവുകയാണ്. 2008 നരേന്ദ്രമോദി ചോദിച്ചതിനേക്കാൾ കൂടുതൽ ഒരു ചോദ്യവും ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവും ഉന്നയിക്കുന്നില്ല. അത്രയും പിന്തുണ ഇന്ത്യയിലെ ഒരു പേരുടെ ജീവനെടുത്ത കേസിൽ 126 പേരുടെ ജീവനെടുത്ത കേസിൽ തഹാവൂറാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് തിഹാർ ജയിലിൽ അടയ്ക്കാൻ ഒരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേണ്ടി വന്നു. നിസാം സെയ്ദ്, ഏതെങ്കിലും ഒരു ആക്രമണത്തിന് ശേഷം, എല്ലാ ആക്രമണത്തിനും ശേഷം ഞങ്ങൾ ഭീകര പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു എന്ന് നരേന്ദ്രമോദി അവകാശവാദം ഉന്നയിച്ചു. ഏതെങ്കിലും ഒരു രീതിയിൽ ഭീകര പ്രവർത്തനങ്ങൾക്ക് തടയിടുവാൻ വിലപ്പെട്ട ജീവൻ ഗവൺമെന്റിനെ വിശ്വസിച്ച് ടൂറിസ്റ്റ് ഒരു ലോറി ഇപ്പോൾ ഈ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സമയമാണോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ഈ ചോദ്യങ്ങൾക്കെതിരല്ല. ഈ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം, പക്ഷേ ചോദ്യങ്ങൾ ചോദിക്കേണ്ട ഒരു സമയമുണ്ട്. ഇപ്പോൾ രാജ്യം യുദ്ധസമാനമായ ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ രാജ്യത്തെ മുഖ്യ പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിനെ ആരോപണ മുനയിലും ശരശയ്യയിലുമാക്കുന്നത് ശരിയാണോ? അത് ഇന്ത്യൻ സൈന്യത്തിന്റെ, ഇന്ത്യൻ ജനതയുടെ ഒറ്റക്കെട്ടെന്നുള്ളൊരു ഫീലിംഗിനെ അത് ബാധിക്കില്ലേ? ഡോക്ടർ അരുൺകുമാർ, ഇന്ത്യ എന്ന രാഷ്ട്രം ഒറ്റക്കെട്ടാണ്. അതെ, ഇന്ത്യ എന്ന രാഷ്ട്രം ഒറ്റക്കെട്ടാണ്, എല്ലാ ഇന്ത്യക്കാരും ഒറ്റക്കെട്ടാണ്. എന്നാൽ ഒരു ഇന്ത്യൻ പൗരനും അറിയാനുള്ള അവകാശത്തെ ആർക്കും കീഴ്പ്പെടുത്തിയിട്ടില്ല. ഡോക്ടർ അരുൺകുമാർ ജനിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് 50ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഈ ജൂൺ ആവുമ്പോൾ.
ഇന്ത്യയിൽ യുദ്ധം പ്രഖ്യാപിക്കാനുള്ള അധികാരം എന്നുള്ളത് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ ആംഡ് ഫോഴ്സസ് എന്നുള്ള നിലയിൽ രാഷ്ട്രപതിക്കുള്ള അധികാരമാണ്. അത് ഇന്ത്യയുടെ യൂണിയൻ ക്യാബിനറ്റിൻ്റെ ഉപദേശാനുസരണമാണ് യുദ്ധം പ്രഖ്യാപിക്കുകയും യുദ്ധം പ്രഖ്യാപിച്ചത് അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നതും. ഇവിടെ 3 തവണ അത്തരത്തിൽ യുദ്ധപ്രഖ്യാപനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്തരത്തിൽ യുദ്ധപ്രഖ്യാപനമില്ലാതെ ആഭ്യന്തര അടിയന്തരാവസ്ഥയും ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടാൽ നമുക്ക് ഇത്തരത്തിലുള്ള പല അവകാശങ്ങളും തൽക്കാലത്തേക്ക് അത് മരവിപ്പിക്കാം, സസ്പെൻഡ് ചെയ്യപ്പെടാം. എക്കാലത്തേക്കും അത് റദ്ദാക്കാൻ കഴിയില്ല. എങ്കിലും CPM-നെ സംബന്ധിച്ച് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ പഹൽഗാം ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ CPIM പറഞ്ഞിട്ടുള്ളത് സുരക്ഷാ വീഴ്ച അന്വേഷിക്കണം എന്നത് തന്നെയാണ്. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നത് ഞങ്ങളാരെങ്കിലുമല്ല. സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ 24-ാം തീയതി, കഴിഞ്ഞ 24-ാം തീയതി സർവകക്ഷി യോഗത്തിൽ ഇന്ത്യ ഗവൺമെൻറ് തന്നെ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട നേതാക്കന്മാർ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവിടെ അതിനകത്ത് നടന്നതായ എല്ലാ ചർച്ചകളും അത്തരത്തിൽ അതിൻ്റെ മിനിറ്റ്സ് എല്ലാം താങ്കൾക്ക് നമുക്കുമെല്ലാം ലഭ്യമായിട്ടുള്ളൊരു വിവരമല്ല എങ്കിൽ പോലും അവിടെ നടന്ന വർത്തമാനങ്ങളെ സംബന്ധിച്ചെല്ലാം പുറത്ത് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അങ്ങനെയെല്ലാം മൂടിവെക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ ആ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അങ്ങനെ പ്രതിപക്ഷ കക്ഷികളിൽപ്പെട്ട നേതാക്കൾ ചൂണ്ടിക്കാണിച്ചതും ഇന്ത്യ ഗവൺമെൻറ് സംബന്ധിച്ച് മാത്രമല്ല, KVS ചേട്ടൻ പങ്കെടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഹരിദാസ് ചേട്ടൻ, KVS ഹരിദാസിൻ്റെ അദ്ദേഹത്തിൻ്റെ ചങ്ങാതിമാരുമായി ബന്ധപ്പെട്ട ഓൺലൈൻ മാധ്യമത്തിലടക്കം ഒരാഴ്ച മുമ്പ് ഇത് സംബന്ധിച്ചുള്ള വർത്തമാനം പുറത്തു വന്നിട്ടുണ്ട്. അതുകൊണ്ട് BJP അക്കാര്യത്തെ സംബന്ധിച്ച് നിഷേധിക്കുമെന്ന് തോന്നുന്നില്ല. ഇനി ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിനെ ആക്ഷേപിക്കലാണ് എന്നുള്ളത്. എനിക്ക് 1.5 മിനിറ്റ് മാത്രം ഇക്കാര്യത്തിൽ തന്നാൽ മതി. നമ്മളിപ്പോൾ പൂരത്തിൻ്റെ ആ വർണ്ണപ്പകിട്ടാർന്ന വർണ്ണാഭമായിട്ടുള്ള ഒരു സായാഹ്നം കണ്ടിട്ടാണ്, അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ചർച്ച ഒന്ന് ആരംഭിക്കാൻ അല്പം വൈകിയത് ഡോക്ടർ അരുൺകുമാർ. ഈ ആഹ്ലാദം എന്നത്, സന്തോഷം എന്നത് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അത് എത്രയോ ഗുണമായി, അത് അങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ സംഭവിക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മൾ ദുഃഖം എന്നത്, സന്താപം എന്നത് അത് ഘനീഭവിച്ച് വല്ലാതെ നമ്മളെ വിമിഷ്ടപ്പെടുത്തുന്നത്, നമ്മളെ മരണത്തിൻ്റെ ഒരു അഗാധ കയങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് തുല്യമായ നിലയിലേക്ക് എത്തുന്നതിന് പകരം നമ്മളെ കൈപിടിച്ചുയർത്തി നിനക്ക് ഞാനുണ്ട്, നിങ്ങൾക്ക് ഞങ്ങളുണ്ട് എന്ന ആ ഒരു വിശ്വാസം നൽകുന്നത് അത് മറ്റുള്ളവർ വന്ന് അത്താണിയായി മാറുമ്പോഴാണ്. ഇവിടെ ഈ നമ്മുടെ അതിർത്തിയിൽ നിന്ന് 200 കിലോമീറ്ററിന് ഇപ്പുറത്തേക്ക് തീവ്രവാദികൾ വന്നല്ലോ. ലോകത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണല്ലോ, അതൊരു രഹസ്യമല്ലല്ലോ. എങ്ങനെ വരാനായി കഴിഞ്ഞു എന്നുള്ളത്. 2, പലയിടത്തും നിർണായകമായ സ്ഥലങ്ങളിൽ സ്ട്രാറ്റജിക് ആയിട്ടുള്ള പൊസിഷനിൽ അവിടെ നിന്ന് സൈനികരെ എന്തുകൊണ്ട് മാറ്റി എന്നുള്ളതും പാരാമിലിറ്ററി ഫോഴ്സിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് എങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളത് ഡോക്ടർ അരുൺകുമാർ അറിയണം. സ്വരാജ് എന്ന ഓൺലൈൻ ചാനൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ലഡാക്കിലേക്ക് അവിടെ നിന്ന് പുനർവിന്യാസം നടത്തി എന്നുള്ളതാണ്. 1,84,000 വേക്കൻസികൾ ഇന്ത്യയുടെ സൈന്യത്തിൽ ഒഴിഞ്ഞു കിടക്കുന്നതിൻ്റെ ഉത്തരവാദി എന്നുള്ളത് ഞാനാണോ? അതല്ല ഡോക്ടർ അരുൺകുമാറാണോ? അല്ല KVS ചേട്ടനാണോ? അല്ല ഈ ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസിൻ്റെ സഹയാത്രികനാണോ? ആരാണ് കോവിഡ് കാലത്തിന് ശേഷം 1,84,000 വേക്കൻസികൾ ഉണ്ടായെടുത്ത് റിക്രൂട്ട്മെൻറ്റ് നടത്താതെ താൽക്കാലികമായി കരാറടിസ്ഥാനത്തിൽ അങ്ങനെ അഗ്നിവീർ പദ്ധതിയുമായി പോയത്? ഇവിടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയുടെ സൈന്യത്തിലെ വളരെ ടോപ്പ് ബ്രാസിൽപ്പെട്ട റിട്ടയർ ചെയ്ത വളരെ ഉന്നതരായ സൈനിക ഉദ്യോഗസ്ഥർ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ ഒരു 1/2 സെക്കൻഡ് എടുത്തൊരു കാര്യം ചോദിച്ചോട്ടെ. തീവ്രവാദിക്ക് ജാതി, മതം, വർണ്ണം, വർഗം, ഭാഷ, ലിംഗഭേദങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? തീവ്രവാദി മനുഷ്യനല്ല, അല്ലേ? തീവ്രവാദി മനുഷ്യനല്ല എന്നാണ് കാൺപൂരിൽ നിന്നുള്ള ശുഭം ദ്വിവേദിയുടെ ഭാര്യ ഐഷാന്യയുടെ പ്രതികരണം ആണല്ലോ. കേരളീയനായ മലയാളിയായ ശ്രീ രാമചന്ദ്രൻ കൊല്ലപ്പെട്ടു പോയ ആ മനുഷ്യൻ്റെ മകൾ അവിടെ ഉണ്ടായ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കാശ്മീരികൾ അവർ എൻ്റെ സഹോദരന്മാരായി അത്തരത്തിൽ അവരെന്നെ താങ്ങി നിർത്തി ഞങ്ങൾക്ക് സഹായമായി നൽകിയത്. ആ കുട്ടിയെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ആരാണ് രംഗത്ത് വന്നത്? സൈബർ ആക്രമണങ്ങൾ ഒരു മകളെ ആ വിധത്തിൽ ഒരു മലയാളിയെ അത് ഒരു നേതാവും രാമചന്ദ്രന്റെ മകൾക്കെതിരെയോ ഈ വിഷയത്തിൽ ഹിന്ദു മുസ്ലിം എന്നുള്ളൊരു വിഭാഗീയതയോ ഈ നിമിഷം വരെയും സൃഷ്ടിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അല്ല അതിപ്പോൾ ഇത് ഡോക്ടർ അരുൺകുമാർ പറഞ്ഞു ഈ കാര്യത്തിൽ. നമ്മുടെ സൈനിക ഉദ്യോഗസ്ഥനായിട്ടുള്ള നേവൽ ഓഫീസർ ലഫ്റ്റനൻ്റ് വിനയ് നർവാളിൻ്റെ ഭാര്യ ഹിമാൻഷി അവർ കണ്ണീരിൽ കുതിർന്നൊരു അഭ്യർത്ഥന നടത്തി. ആ അഭ്യർത്ഥന എന്തായിരുന്നു? കാശ്മീരികളെ അല്ല ഈ മതത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെട്ടവരെ അങ്ങനെ ആക്രമിക്കുന്നതിനെതിരെ ആ സ്ത്രീയെ എങ്ങനെയാണ് വളഞ്ഞിട്ട് ആക്രമിച്ചത്? സ്ത്രീ അമ്മയാണ്, ദേവതയാണ്, ആരാധിക്കണം, എല്ലാം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന. ഇനി ഞാൻ ഇതിൽ കൂടിയൊന്നും ഡോക്ടർ അരുൺകുമാറിന് ഇതിപ്പോൾ ഞാൻ ഈ നമ്മുടെ കുറച്ച് നേരെ ഉള്ളൂ, പ്രേക്ഷകർക്ക് ഇത് കാണിച്ചു തരുന്നില്ല. എനിക്ക് തന്നെ ലഭ്യമായിട്ടുള്ളത് BJP-യുമായി ബന്ധമില്ല എന്ന് നമ്മൾ പറയുന്നു, അല്ലേ? BJP-യുമായി ബന്ധമില്ല, സംഘപരിവാർ എന്ന് മാത്രമാണ് നമ്മൾ പറയാറുള്ളത്. കലബുർഗിയിലെ തിരക്കേറിയ റോഡിൽ പാകിസ്ഥാൻ്റെ പതാക അവിടെ വരച്ചു വെച്ചത് ആരായിരുന്നു? ബജ്റംഗ് ദളുകാരാണ്. ബജ്റംഗ് ദൾ ആരുടേതായ സഖ്യകക്ഷിയാണ്? ആരുടേതാണ് അവർ? ആരുമായിട്ടാണ് ബന്ധം? ഈ ജയ്പൂരിലെ
ചാർദിവാരി മസ്ജിദിൻ്റെ ചുവരിൽ വിദ്വേഷ പോസ്റ്റർ പതിച്ചതിന് കേസെടുത്തു. BJP MLA ബാൽമുകുന്ദാചാര്യക്കെതിരെയാണ് കേസെടുക്കേണ്ടി വന്നത്. ആണല്ലോ. വർഗീയ കലാപം ഇളക്കിവിടാൻ നോർത്ത് 24 പർഗണയിലെ റെയിൽവേ സ്റ്റേഷനിൽ പാകിസ്ഥാൻ്റെ പതാക സ്ഥാപിച്ചു. ആരാണത് ചെയ്തത്? ഇവിടെ ഹിന്ദുത്വ സംഘടനയായ സനാതനി ഏകതാ മഞ്ചാണ് ചെയ്തത്, അല്ലേ? അപ്പോൾ ഇതൊന്നും നമ്മൾ പറയാൻ പാടില്ല, ചുപ്പ് രഹോ, മിണ്ടാൻ പാടില്ല ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച്. ഞങ്ങളാണ് രാഷ്ട്രം, ഞങ്ങളാണ് ഗവൺമെന്റ്, ഞങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ള നിലയിലേക്ക് ഞങ്ങളെല്ലാം ചേർന്നതാണ്, നമ്മളെല്ലാം ചേർന്നതാണ് ഈ രാഷ്ട്രം. സമയത്ത് നമ്മൾ ഈ സർക്കാരിനെ ചോദ്യം ചെയ്ത് മുറയിൽ കളയേണ്ടതുണ്ടോ, ആത്മവീര്യം കെടുത്തേണ്ടതുണ്ടോ എന്നൊരൊറ്റ ചോദ്യമേ എൻ്റെ മുന്നിലുള്ളൂ. ശ്രീ സമ്പത്ത്, ഞാൻ അങ്ങയിലേക്ക് തിരികെ വരാം സമയമുണ്ടെങ്കിൽ. ഞാനൊന്ന് നമുക്കൊപ്പം സൈനികരുടെ ആത്മവീര്യത്തിന് ഒരു കാരണവശാലും അതിന് ഭംഗമുണ്ടാകാൻ പാടില്ല. എന്നാൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മുളയിലെ നുള്ളിക്കളയേണ്ടത് ഗവൺമെന്റാണ്, BJP ആണ്. ശരി, ശ്രീ KV ഹരിദാസ്, ഇതാണ് ചോദ്യം. പ്രതിപക്ഷത്തിന്റെ ആരോപണം ഇതാണ്. ഞാൻ ഇനി മല്ലികാർജ്ജുൻ ഖർഗെ ചോദിച്ചത് ആവർത്തിക്കുന്നില്ല. ഇതിലൊരു വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കേണ്ട സമയമാണോ ഇപ്പോൾ? അല്ല അരുണെ, ഞങ്ങൾ ആദ്യം മുതലേ ഈ പഹൽഗാം ഉണ്ടായതിൻ്റെ 2ാമത്തെ ദിവസം മുതൽ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും സെക്യൂരിറ്റി ലാബ്സ് എന്ന് പറഞ്ഞിറങ്ങിയതാണ്. അന്ന് മുതലേ ഗവൺമെൻറ് എടുത്തൊരു നിലപാട്, BJP എടുത്ത നിലപാട്, അത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എൻക്വയർഡ് ഇൻ ടു. NIA അന്വേഷിക്കുന്നുണ്ട്, സെക്യൂരിറ്റി ഏജൻസീസ് അന്വേഷിക്കുന്നുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ പുറത്ത് കൊണ്ടുവരും. കാരണം ഒരു സെക്യൂരിറ്റി വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഇൻ്റലിജൻസ് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എൻക്വയർഡ് ഇൻ ടു. ഒരു സംശയമില്ല കാര്യത്തിൽ, അത് പൊതുജന സമക്ഷം കൊണ്ടുവരും. പക്ഷേ ഇവിടെയൊക്കെ നമ്മുടെ ഖാർഗേജി ഉൾപ്പെടെയുള്ളവരുടെ നിലപാട് അരുണും സമ്പത്തും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം സാംബിത് പാത്രയുടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അവർ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. കോൺഗ്രസിൻ്റെ MP ഗൗരവ് ഗൊഗോയ്, അദ്ദേഹത്തിൻ്റെ ഭാര്യ വിദേശിയാണ്. അദ്ദേഹം നമ്മുടെ അട്ടാറി ബോർഡറിൽ കൂടി പാകിസ്ഥാനിലേക്ക് പോയി. 15 ദിവസം അദ്ദേഹം പാകിസ്ഥാനിൽ ചെലവിട്ടു. അദ്ദേഹത്തിൻ്റെ മക്കൾ 2 പേര് വിദേശ പൗരന്മാരാണ്. കോൺഗ്രസിൻ്റെ ഡെപ്യൂട്ടി ലീഡറാണ് ലോകസഭയിലെ. ഈ ആൾക്കാർ ഇത്തരത്തിലുള്ള സമീപനം കൈക്കൊള്ളുമ്പോൾ, ഇത്തരത്തിലുള്ള മാനസികാവസ്ഥയുമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ ഈ ഖാർഗെയൊക്കെ പറയുന്നതിൽ എന്തർത്ഥമുള്ളത്? അവർക്ക് ഈ ഗൊഗോയെ തിരുത്താൻ പറ്റുന്നുണ്ടോ? ഗൊഗോയ് കാണിക്കുന്ന തോന്നിവാസങ്ങളെ തിരുത്താൻ പറ്റുന്നുണ്ടോ? വേറെയുണ്ട് വിശേഷങ്ങൾ. ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇനിയും വരാനുണ്ട് പലതും, ഇനിയും എനിക്ക് പറയാനുണ്ട്, അത് കേന്ദ്രവും കൂടി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 2 മക്കളുടെ സിറ്റിസൺഷിപ്പ് ഇന്ത്യയിൽ ക്യാൻസൽ ചെയ്തിട്ട് വിദേശ രാജ്യത്തെ സിറ്റിസനാക്കാൻ വേണ്ടി അപേക്ഷ കൊടുത്തു എന്നുള്ള വിവരവും കൂടി പുറത്തു വന്നിട്ടുണ്ട്. ഇതാണ് കോൺഗ്രസ്സുകാരുടെ പാരമ്പര്യം. ഇന്ത്യ ഏതെല്ലാം ഘട്ടത്തിൽ പ്രതിസന്ധിയിലായിട്ടുണ്ടോ ആ കാലഘട്ടത്തിലൊക്കെ ഇവർ ദേശവിരുദ്ധമായ നിലപാടെടുത്തിട്ടുണ്ട്. കാർഗിൽ യുദ്ധ സമയത്ത് അവിടുത്തെ മരിച്ചവരുടെ സൈനികരുടെ മൃതദേഹം കൊണ്ടുവരാൻ ശവപ്പെട്ടി മേടിച്ചതിനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച് സൈനികരുടെ ആത്മവീര്യം തകർക്കാൻ ശ്രമിച്ചവരാ. അവസാനം അന്വേഷണം വന്നപ്പോൾ അതിലൊന്നുമില്ല എന്ന് തെളിഞ്ഞു. നമ്മുടെ ഭൂട്ടാൻ അതിർത്തിയിൽ ചൈനീസ് പട്ടാളം വന്നപ്പോൾ രാത്രിക്ക് രാത്രി ചൈനയുടെ എംബസി പോയത് രാഹുൽ ഗാന്ധിയാണ്. ലഡാക്കിൽ പ്രശ്നമുണ്ടായപ്പോൾ ചൈനയോടൊപ്പം നിന്ന് സംസാരിച്ചത് രാഹുൽ ഗാന്ധിയാണ്. ഈ നിലയിലുള്ള നിലപാട് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കോൺഗ്രസ്സുകാർ തുടരുന്നുണ്ട്. അരുണെ, ഒരു കാര്യം കൂടി ഇവിടെ സമ്പത്തുള്ളത് കൊണ്ട് ഞാൻ ഓർമ്മിപ്പിക്കുക. 1962 ചൈന ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അന്ന് EMSൻ്റെ ഒരു വിഖ്യാതമായ പ്രസ്താവനയുണ്ട്. ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്ന ഭൂപ്രദേശമെന്ന്. ആ കാരണമൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യയിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരെ മുഴുവൻ ജയിലിലടച്ച പാരമ്പര്യം കോൺഗ്രസ്സുകാർക്കുണ്ട്, നെഹ്റുവിൻ്റെ സർക്കാരിനുണ്ട്. ഞങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല. ഇവരാരെയും ജയിലിലടയ്ക്കാൻ പോകുന്നില്ല. ഇവരെന്ത് ദേശവിരുദ്ധ പ്രവർത്തനം നടത്തിക്കോട്ടെ. ചൈനയുമായിട്ട് MOU ഒപ്പിട്ടവരാണ്, പാകിസ്ഥാന് വേണ്ടി സംസാരിക്കുന്നവരാണ്. കഴിഞ്ഞ ദിവസം നിങ്ങളൊരു കാര്യം കൂടി ഓർക്കുന്നുണ്ടാവും. യു പിയിലെ കോൺഗ്രസ് പ്രസിഡന്റ് അജയ് റായ്, അയാൾ വന്നിട്ട് നമ്മൾ ഇറക്കുമതി ചെയ്ത യുദ്ധവിമാനത്തിൻ്റെ മോഡൽ വെച്ചിട്ട്, റഫാൽ വിമാനത്തിൻ്റെ മോഡൽ വെച്ചിട്ട് കളിയാക്കുക സൈന്യത്തെ. ഇവിടുത്തെ തീരെ സൈനികർക്ക് നേരെ എന്തെല്ലാം ആക്ഷേപമാണ് ഉന്നയിച്ചത്? അത് മുഴുവൻ പാകിസ്ഥാൻ ചാനലുകൾ സജീവമായിട്ട് ചർച്ച ചെയ്തു രാത്രികളിൽ.
ഇന്ന് കാർഗിയുടെ പ്രസംഗവും ഒരു സംശയമില്ല. കാർഗിയുടെ പ്രസംഗവും ഇന്ന് പാകിസ്ഥാൻ ചർച്ച ചെയ്യട്ടെ. സൈനികരോടുള്ള അപമാനമാണത്. അതിനകത്ത് എന്താ സംശയം? ഞാൻ ഈ സൂചിപ്പിച്ചത് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ട സമയമാണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതൊക്കെ ചർച്ച ചെയ്യാം. പക്ഷേ ഇന്ത്യയുടെ ഒരു ഗതികേട് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാനുമായിട്ട് ആത്മബന്ധം പുലർത്തുന്ന, പാകിസ്ഥാനുമായിട്ട് ആത്മബന്ധമുള്ള ഭാര്യയുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ വച്ചിട്ട് നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് പ്രതിപക്ഷത്തോട് സംസാരിക്കാൻ പറ്റുമോ? അത് ഇന്ത്യ മാത്രം നേരിടുന്ന ഒരു പക്ഷേ വലിയ പ്രതിസന്ധിയായിരിക്കും. അതാണ് നമ്മുടെയൊക്കെ മുമ്പിലുള്ള പ്രശ്നം. അത് രാജ്യം ചർച്ച ചെയ്യട്ടെ. ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല കൂടുതൽ. പക്ഷേ രാജ്യം ചർച്ച ചെയ്യട്ടെ. കോൺഗ്രസ്സുകാർ ബോംബെ, ഇവിടെ ഒരു വക്താവ് വന്നിട്ട് ബോംബെയിലെ ഭീകരാക്രമണത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ചൊന്നും കടക്കുന്നില്ല. ബോംബെ ഭീകരാക്രമണത്തിന് ശേഷം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി കൂടിയപ്പോൾ മൻമോഹൻ സിംഗ് എടുത്ത നിലപാടെന്താ? പാകിസ്ഥാനെതിരെ തിരിച്ചടിച്ചുകൂടാ, അത് അപകടകരമാണ്. ഒരു തിരിച്ചടിയും ഉണ്ടായില്ലല്ലോ ആ സമയത്ത്. ഇപ്പോൾ സിദ്ധരാമയ്യ പറയുന്നതും അത് തന്നെയാണ്. കോൺഗ്രസിനെതിരായിട്ട് പാകിസ്ഥാനെതിരായിട്ട് നടപടി പാടില്ല എന്ന്. കാശ്മീരിലെ കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താ? അവിടുത്തെ നമ്മുടെ വെള്ളം തുറന്നു വിടില്ല, അല്ലെങ്കിൽ വെള്ളം പാകിസ്ഥാൻ കൊടുക്കില്ല എന്നൊരു നിലപാടെടുത്തത് തിരുത്തണമെന്ന കോൺഗ്രസ്സുകാരുടെ വക്താവിനെ പോലെ നടക്കുന്ന ടിക്കായത്തിൻ്റെ നിലപാടും ഇത് തന്നെയാണ്. ഇത്തരത്തിലുള്ള ദേശവിരുദ്ധ മനോഭാവം കൊണ്ട് ഇന്ത്യയിൽ ഐക്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ പുറപ്പെട്ട, ഇതൊക്കെ ഉള്ള സാഹചര്യത്തിലും ഇന്ത്യയിൽ ഐക്യമുണ്ടെന്ന് സ്ഥാപിക്കാൻ നമ്മളൊക്കെ പുറപ്പെടുക സത്യത്തിൽ ചെയ്യുന്നേ. അതാണ് നമ്മുടെയൊക്കെ വേദന. പക്ഷേ രാജ്യം സൈന്യം ഒറ്റക്കെട്ടാണ്. നാളെ മോക്ക് ഡ്രില്ലാണ്. നാളെ കഴിയുമെങ്കിൽ നമുക്ക് ഈ ചർച്ച വീണ്ടും തുടരാം. ശ്രീ KVS ഹരിദാസ്, നന്ദി. ശ്രീ സമ്പത്ത്, നന്ദി. ശ്രീ നിസാം സെയ്ദ്. Debate with Dr. Arun Kumar.